ഗായ്സ് ഗുഡ് മോർണിംഗ് എവറിബഡി. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം അത് അരിഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ സബോള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി, പിന്നെ എൻ്റെ എന്നും ഫേവറേറ്റായ നാളികേരക്കൊത്ത്, കുറച്ച് പച്ചമുളക്, പിന്നെ മല്ലിയിലയുണ്ട്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഈ ചെറുനാരങ്ങയുടെ നീരെടുക്കണം. അത് ഓപ്ഷണലാണ്. എന്തായാലും ചിക്കനിൽ ഒരു പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നമ്മുടെ കഥാനായകൻ ഇവിടെ കിടക്കുന്നു. അപ്പം നമുക്ക് ഒരു തനി നാടൻ ചിക്കൻ കറി കേട്ടോ. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. എന്നിട്ട് നമുക്കതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ. ചട്ടിയിൽ മൊത്തം അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അരിഞ്ഞ് വെച്ച ഐറ്റംസ് ഇവിടെ ഇങ്ങനെ അരിഞ്ഞൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുക്കിങ്ങൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ ഈ ചിക്കൻ കറിയും കൂടി മാത്രം വെച്ചാൽ മതി. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നന്നായി അങ്ങ് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നമ്മളിതൊന്ന് ഇളക്കി നന്നായി കൊടുക്കാം കേട്ടോ. ലാഭിക്കാനായിട്ട് നമുക്ക് മൂടിയും വെക്കാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആയിക്കോളും. ഇത് വെക്കുമ്പോൾ പെട്ടെന്ന് എല്ലാതും മുരിഞ്ഞ് അങ്ങ് വരും കേട്ടോ. ചട്ടി അങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പില കുറച്ചിടാം. അപ്പോൾ പേരിന് വേപ്പില ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് കൊടുക്കാം. അതിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് അരിഞ്ഞ് വെച്ച് സബോള ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം അതും അങ്ങ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ശകലം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി വെച്ച് കൊടുക്കാം. അതൊക്കെ മൂടി വയ്ക്കാം നമുക്ക്. ഇനി ഇതവിടെ കിടന്ന് ആയിക്കോളും തനിയും, നമ്മളൊന്നും നോക്കണ്ട. നെക്സ്റ്റ് നമ്മുടെ നാളികേരക്കൊത്ത് ഇടാട്ടോ. നാളികേരക്കൊത്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഇടാം കേട്ടോ. ചിക്കൻ ഇടുന്ന സമയത്തായാലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോഴായാലും ഇടാം. അപ്പോൾ നന്നായി നല്ല സോഫ്റ്റും ആയി കിട്ടും. ഞാനൊന്നും ഇടാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നല്ലൊരു മണം വരും. നാളികേരക്കൊത്ത് ഇടുമ്പോൾ അതിൻ്റെ ഒരു മണം വരും. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാം അത് മസാലയുടെ കൂടെ എല്ലാം അങ്ങ് ശരിക്കും പിടിച്ചോളും. വളരെ കുത്ത് എപ്പോൾ വേണമെങ്കിലും ഇടാം കേട്ടോ. ഒരു കുഴപ്പമില്ല. നമ്മൾ വെറുതെ പച്ചക്കും കഴിക്കണതല്ലേ, ആ ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കതിന് മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് ഇനി നമുക്ക് വേറെ എന്ത് പണി വേണമെങ്കിൽ ചെയ്യാം. അതിന് വെച്ച പച്ചമുളകും കൂടി ഇടണം കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഇട്ട് കൊടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് തക്കാളി ഇടാം. നമുക്ക് നോക്കാം ഗൈസ് എന്തായിന്ന്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് മല്ലി മുളക് വറുത്ത് വെച്ചതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കണം. മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. കണ്ടോ ഗോൾഡൻ നിറമായത് കണ്ടോ സബോളയുടെ. ഈ സമയത്താണ് ഈ 3 മസാലകളും ഇട്ടുകൊടുക്കേണ്ടത്. കണ്ടോ, ഇനി ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടും. ഇതെന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നോൺ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കൻ്റെ പകരം വേറെ പൊട്ടാറ്റോ ഇടാം, അങ്ങനെ പൊട്ടാറ്റോ മസാല ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോളിഫ്ലവർ കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റാണ് ഈ മസാല തന്നെ. പിന്നെ നാളികേരക്കൊത്തൊക്കെ ഇട്ട കാരണം നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. അർണവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് ഈ കേട്ടത്. ഇനി അതിലേക്ക് ഈ ചിക്കനെ നമുക്ക് അങ്ങോട്ട് ഇടണം. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കനെ നമുക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ. ചിക്കനെ അങ്ങോട്ട് ഇടണം. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ. അങ്ങനെ ഗായ്സ് നമ്മുടെ മസാല അങ്ങ് റെഡി ചെയ്ത് കണ്ടോ. എന്താ ഒരു ലുക്ക് അല്ലേ. തക്കാളിയൊക്കെ ഇട്ട് തക്കാളി ഒട്ടഞ്ഞ് നല്ല പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടണം. ഓക്കെ, ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മസാല. നമ്മുടെ മസാലയിലേക്ക് ചിക്കനും കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ.
പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം തിളച്ച് വരുമ്പോൾ ഒരു നല്ല മണം വരും. ഇത് നോക്കാം ഒന്ന് എന്തായിന്ന്. വാവ്, കണ്ടതിൻ്റെ ലുക്കൊക്കെ ആകെ അങ്ങ് മാറി തുടങ്ങി അല്ലേ? നന്നായി തിളയ്ക്കുന്നത്. സിമ്മിലിട്ടിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി നേരം കൂടി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. സിമ്മിലാണ്, വളരെ സിമ്മിലാക്കി വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. കണ്ടോ അതിൻ്റെ ലുക്ക് കാണുന്നത്. ഇനി നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. നാളികേരക്കൊത്തൊക്കെ ഇട്ടത് കിടിലൻ ചിക്കൻ കറിയാണ്. നമുക്കിനി നോക്കാം എന്തായെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ എന്തായി. വാ, എണ്ണയൊക്കെ തെളിഞ്ഞങ്ങ് വന്നു കണ്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നന്നായി തെളിഞ്ഞു വന്ന് അതിലേക്ക് ഈ മല്ലിയിലയും വേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ സബോള അരിഞ്ഞതൊക്കെ വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ അതും ഒരു പച്ചയോടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 2-3 ഡ്രോപ്സ് ലെമണിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് 1 2 3 യെസ്, അത് മതി. അല്ലാണ്ട് പുളി ആവേണ്ടതൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, കണ്ടോ നമ്മുടെ കിടലൻ തനി നാടൻ ചിക്കൻ കറി കണ്ടോ. നാളികേരക്കൊത്തും ചിക്കനും ആയിട്ട് കണ്ടില്ലേ ഗായ്സ്. സീ, അടിപൊളിയല്ലേ, ലുക്ക് ആയിട്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഗരം മസാലയൊക്കെ നമ്മുടെ ലുലുവിൽ കിട്ടുന്ന, ഷോപ്പിലൊക്കെ കിട്ടുന്ന അതുമൊക്കെ ഇടാം. അതൊക്കെ ഓപ്ഷനിലാണ്, ഇടണമെങ്കിൽ ഇടാം, പറ്റിയില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തനി നാടൻ ചിക്കൻ കറി, വേറൊരു പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. അങ്ങനെ ഗായ്സ്, ഇവിടെ നമ്മുടെ തനി നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാം. കുറച്ച് നേരം ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നുവെച്ചാൽ അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് അങ്ങ് ഇറങ്ങി അങ്ങ് വരും. ഓക്കെ, സോ കണ്ടില്ലേ എൻ്റെ ഗ്രേവി. നമ്മൾ കണ്ടിട്ടില്ലേ പണ്ടത്തെ അമ്മമാരൊക്കെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ഇട്ട് എല്ലാം ചൂടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. കറി, മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ അതിൽ തന്നെ ഇട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കും. കറി ആവശ്യത്തിന് മാത്രം ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് സെർവ് ചെയ്യുള്ളൂ. ബാക്കി എക്സ്ട്രാ വരുന്നതൊക്കെ ചട്ടിയിൽ തന്നെ ഇരിക്കും. അതിന് ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാനും വിചാരിച്ചു കുറച്ച് നേരം ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി മണം എല്ലാ മസാലകൾക്കും ഒന്നുകൂടി പിടിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗായ്സ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തതേ ആവിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനൊരു നാളികേരക്കൊത്തെടുത്ത് നിന്ന് കഴിക്കട്ടെ കേട്ടോ. സൂപ്പറായിട്ടുണ്ട് ഗായ്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതാണ് തനി നാടൻ ചിക്കൻ കറി.